കേരളത്തിന്റെ സ്വപ്ന ഗതാഗത പദ്ധതിയായ അതിവേഗ റെയിൽപാതയുടെ പുതുക്കിയ രൂപകൽപ്പന പ്രകാരം തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരെത്താൻ വെറും 3 മണിക്കൂർ 20 മിനിറ്റ് മാത്രം മതിയെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. നിർദ്ദിഷ്ട കേരള ഹൈസ്പീഡ് റെയിൽ അഥവാ KHSR പാതയുടെ പുതുക്കിയ രൂപകൽപ്പന അവതരിപ്പിച്ചിരിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. പുതിയ മാറ്റങ്ങൾ പദ്ധതിയുടെ നിർമ്മാണ ചെലവും പൂർത്തീകരണ സമയവും ഗണ്യമായി കുറയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിഷ്കരിച്ച രൂപകൽപ്പന പ്രകാരം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 465 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 3 മണിക്കൂർ 20 മിനിറ്റ് മതി. പുതുക്കിയ അലൈൻമെന്റിലെ സ്റ്റേഷനുകളിൽ പത്തനംതിട്ടയും മലപ്പുറവും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇ ശ്രീധരന്റെ അഭിപ്രായത്തിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതിക്കായുള്ള മൊത്തം ചെലവ് 56,500 കോടി രൂപയായാണ് കണക്കാക്കപ്പെടുന്നത്. നേരത്തെ ഇത് 80,000 കോടി രൂപയായിരുന്നു. പുതുക്കിയ രൂപകൽപ്പന പ്രകാരമുള്ള അതിവേഗ റെയിൽപാത ഭൂമിക്ക് മീതെ തൂണുകളിലാവും നിർമ്മിക്കുക. അതായത് ഏകദേശം 445 കിലോമീറ്ററോളം ദൂരം. ഏകദേശം 20 കിലോമീറ്റർ മാത്രമേ ഭൂമിക്കടിയിലൂടെ ഉണ്ടാവൂ. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്താൻ ഉദ്ദേശിച്ചുള്ള സർവീസ് അടിസ്ഥാനമാക്കിയാണ് അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 20 സ്റ്റേഷനുകളാണ് കേരളത്തിന്റെ അതിവേഗ റെയിൽപാത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ സ്റ്റേഷൻ തിരുവനന്തപുരമായിരിക്കും. അത് ഭൂഗർഭ സ്റ്റേഷനാണ്. അവിടെ നിന്ന് വിമാനത്താവളത്തെ ഒരു തുരങ്കം വഴി ബന്ധിപ്പിക്കും. പിന്നീട് കൊട്ടാരക്കര, പത്തനംതിട്ട, തിരുവല്ല എന്നിവിടങ്ങളിലൂടെയാവും ലൈൻ വിന്യാസം. തൃശൂർ കഴിഞ്ഞാൽ പട്ടാമ്പി, മലപ്പുറം എന്നീ സ്റ്റേഷനുകളിലൂടെ കരിപ്പൂർ വിമാനത്താവള സ്റ്റേഷനിലേക്ക് നേരിട്ട് പോകാനാകും. മുമ്പ് കുന്നംകുളം ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും നിലവിലെ രൂപകൽപ്പനയിൽ അത് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേഷനിലും 1 മിനിറ്റ് വീതവും വിമാനത്താവള സ്റ്റേഷനുകളിൽ 2 മിനിറ്റുമാകും ട്രെയിനുകൾ നിർത്തുക. രാവിലെ 6 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ 8 വരെയും ഓരോ അരമണിക്കൂറിലും ട്രെയിനുകൾ ഉണ്ടാകും. രാവിലെ 10നും വൈകുന്നേരം 4നും ഇടയിൽ ഓരോ മണിക്കൂറിലും ട്രെയിനുകൾ ഓടും. അവസാന ട്രെയിൻ രാത്രി 8 മണിക്കാകും പുറപ്പെടുക. ഒരു ദിവസം ഏകദേശം 45,000 യാത്രക്കാർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഭാവിയിൽ ട്രെയിൻ ഇടവേളകൾ കുറയ്ക്കാൻ കഴിയും. ഓരോ ട്രെയിനിലും 8 കോച്ചുകൾ ഉണ്ടായിരിക്കും. ആകെ 560 സീറ്റിംഗ് ശേഷിയാകും ഉണ്ടാവുക. നിന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. ട്രെയിനിൽ പ്രീമിയം ക്ലാസ് എന്ന ഒരൊറ്റ ക്ലാസ് മാത്രമേ യാത്രക്കാർക്കായി ഉണ്ടാവൂ. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 440 രൂപയാണ് കണക്കാക്കുന്നത്. കോഴിക്കോട്ടേക്ക് 640 രൂപയും കണ്ണൂരേക്ക് 780 രൂപയുമാണ് അതിവേഗ റെയിൽ സർവീസിന്റെ നിരക്കായി കണക്കാക്കിയിരിക്കുന്നത്. അതിവേഗ റെയിലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ശ്രീധരൻ പറഞ്ഞു. സുരക്ഷ, ശുചിത്വം, സമയനിഷ്ഠ എന്നീ കാര്യങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന പദ്ധതിയാവും ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റെയിൽവേയുടെ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നതിനായി സ്വന്തമായി ഒരു സോളാർ ഫാം സ്ഥാപിക്കുന്നത് ഏറെ സഹായകമായി തീരും. അത് സാധ്യമാക്കാനായാൽ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ പിന്തുണ ആവശ്യമായി വരില്ല. ലൈൻ ഭൂമിക്കടിയിലൂടെ കടന്നു പോകുന്നിടത്ത് ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. തൂണുകളിലൂടെയുള്ള നിർമ്മാണം സുഗമമാക്കുന്നതിനായി 20 മീറ്റർ വീതിയിലാകും ഭൂമി ഏറ്റെടുക്കുക. നിർമ്മാണം പൂർത്തിയായ ശേഷം ചില വ്യവസ്ഥകളോടെ കൃഷിക്കോ മേച്ചിൽപ്പുറത്തിനോ ഭൂമി യഥാർത്ഥ ഉടമകൾക്ക് പാട്ടത്തിന് തിരികെ നൽകാനുമാവും. അതേസമയം സോളാർ ഫാമുകൾ സ്ഥാപിക്കുന്നതിനായി KHSR 50% ഭൂമി സ്വന്തം കൈവശത്തിൽ വയ്ക്കും, അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്കായുള്ള ധനസഹായം കൊങ്കൺ റെയിൽവേ പാറ്റേൺ മാതൃകയിലാവും. പദ്ധതി പൂർത്തീകരണ ചെലവിന്റെ 70% രണ്ട് സർക്കാരുകളും 51:49 എന്ന അനുപാതത്തിൽ വഹിക്കും. ബാക്കി 30% കടമായോ അല്ലെങ്കിൽ ബോണ്ട് പങ്കാളിത്തം വഴിയോ സ്വരൂപിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിക്കായി കേന്ദ്ര സർക്കാരിന് 20,171 കോടി രൂപയും കേരള സർക്കാരിന് 19,380 കോടി രൂപയുമാകും ചെലവാകുക. തിരുവനന്തപുരം വിമാനത്താവളം, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം, വൈക്കം, എറണാകുളം ബൈപ്പാസ്, നെടുമ്പാശ്ശേരി എയർപോർട്ട്, തൃശൂർ, പട്ടാമ്പി, മലപ്പുറം, കരിപ്പൂർ എയർപോർട്ട്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെ 20 സ്റ്റേഷനുകളാണ് പുതുക്കിയ രൂപകൽപ്പനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.